ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ റെസ്പോൺസസും സ്റ്റിമുലേഷനും ഒക്കെ കൺട്രോളും കോർഡിനേറ്റും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഓർഗൻസ് എല്ലാം കൂടെ ചേർന്നതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സ്. ഞാനിപ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും എല്ലാം കൂടെ ചേർന്ന ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ആ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള ഓർഗൻസിൽ ഏറ്റവും സെൻട്രൽ പോർഷൻ, അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള വലിയൊരു ഇത് വരുന്ന രണ്ട് ഓർഗൻസസ് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന ഞരമ്പുകൾ അല്ലെങ്കിൽ നെർവ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രേനിയൽ നെർവ്സ് എന്നും സ്പൈനൽ നെർവ്സ് എന്നും പറഞ്ഞു. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സിനെയാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ബ്രെയിനിൽ നിന്ന് വരുന്ന ഞരമ്പുകളെ അല്ലെങ്കിൽ നെർവ്സിനെയാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. 12 പെയർ ക്രേനിയൽ നെർവ്സ് ആണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. ഇനി സ്പൈനൽ നെർവ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ നെർവ്സ് 31 പെയർ സ്പൈനൽ നെർവ്സ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇമ്പോർട്ടൻസ് അനുസരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള പാർട്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന നെർവ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്നു, അത് 12 പേരാണുള്ളത്. സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിൽ നിന്ന് വരും, 31 പേയേഴ്സ് ആണ് സ്പൈനൽ നെർവ്സ് ഉള്ളത്. അടുത്തതായിട്ട് നെർവസ് സിസ്റ്റത്തിന് തന്നെ ഏറ്റവും മെയിൻ പാർട്ടായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പാർട്ടായിട്ടുള്ള ബ്രെയിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബ്രെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ഓർഗൻ ആണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെൻസേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വെച്ചിട്ട് നമ്മൾ ഇമ്പൾസസ് റിസീവ് ചെയ്ത് ആ ഇമ്പൾസസ് ബ്രെയിനിൽ ചെന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ബ്രെയിൻ ഡിസൈഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ പെർട്ടിക്കുലർ സ്റ്റിമുലേക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ. അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പാർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത പഠിക്കുന്നത്. ബ്രെയിനിന്റെ സ്ട്രക്ചറാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ബ്രെയിന് ഔട്ടർ സ്ട്രക്ചറും ഇന്നർ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചറിനെ മെയിൻ ആയിട്ട് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്, ഈ വെളിയിൽ കാണുന്ന ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് ഇതേപോലെ ഈ കാണുന്ന ആ ഒരു പാർട്ടാണ്, തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ ഈ ഒരു നീണ്ടു നിൽക്കുന്ന ഈ ബാക്കിൽ ഈ ഒരു പോർഷനാണ് സെറിബെല്ലത്തിന് തൊട്ട് ബാക്കിൽ കാണുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് കാണുന്ന ആ ഒരു പോർഷനാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇനി ബ്രെയിനിന്റെ ഔട്ടർ പോർഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഇന്നർ പോർഷൻ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ ആ ഒരു സെൻട്രൽ പോർഷനായിട്ട് വരും ഇന്നർ തലാമസ് ആണ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോതലാമസ്. ഹൈപ്പോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ താഴെ എന്നാണ്. അപ്പോൾ തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോതലാമസും നമുക്ക് കാണാം. അപ്പോൾ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്, ഒരുപാട് ഇങ്ങനെ മടക്കായിട്ടാണ് ഇരിക്കുന്നത് സെറിബ്രം എന്ന് പറയുന്നത്. ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സെറിബെല്ലം കാണാൻ പറ്റും. അതിങ്ങനെ 2 ഫോൾഡ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുറച്ചുകൂടി എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അത് ഇപ്പം നമ്മൾ പറഞ്ഞ സെറിബ്രവും സെറിബെല്ലവും മെഡുല്ല ഒബ്ലാങ്കേറ്റയും ഒക്കെ ഔട്ടർ സ്ട്രക്ചേഴ്സ് ആണ്. ഇന്നർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന 2 തലാമസും ഹൈപ്പോതലാമസും. അടുത്തത് നമുക്ക് ബ്രെയിനിന്റെ ഓരോ പാർട്സിന്റെയും ഫീച്ചേഴ്സും ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സെറിബ്രം എന്താണെന്ന് നോക്കാം.
സെറിബ്രത്തിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ പടം നോക്കി തന്നെ നമുക്ക് ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രെയിനിനകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ കാണുന്നത് സെറിബ്രം ആണ്. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് പോയിന്റും ഈ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് സെക്കൻഡ് പോയിന്റ്? സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ അധികം ഇങ്ങനെ ഫിഷേഴ്സും അതുപോലെ ഫോൾഡുകൾ, മടക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെറിബ്രം എങ്ങനെയാണ്? ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ഉണ്ട്. അതിന്റെ കോർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫിഷേഴ്സും ഫോൾസും ഇങ്ങനെ മടക്കുകളായിട്ടാണ് സെറിബ്രം ഇരിക്കുന്നത്. ഇങ്ങനെ മടക്കുകളായിട്ട് ഇരിക്കാൻ ഒരു കാരണമുണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂറോൺസിനെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി അധികം മടങ്ങി ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? സെറിബ്രത്തിന് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിഷേഴ്സും ഫോൾസുമായിട്ട് ഇരിക്കുന്നത്. ഈ തേർഡ് പോയിന്റ് നമുക്ക് പടത്തിൽ നിന്ന് എഴുതാൻ പറ്റില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. സെറിബ്രലിന്റെ ഔട്ടർ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ വെച്ചിട്ടും ഇന്നർ മെഡുല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആയിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ഉണ്ട് അതിന്റെ ഔട്ടർ കോർട്ടെക്സിൽ. അതുപോലെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രീൻ മാറ്ററും അതുപോലെ ഇന്നർ മെഡുല എന്ന് പറയുന്ന വൈറ്റ് മാറ്ററുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധാരണ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കുറെ കാര്യങ്ങളെല്ലാം എവിടെ തന്നെയാണ് വരുന്നത്? സെറിബ്രമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ സെന്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, ഇന്റലിജൻസ് ആൻഡ് മെമ്മറി. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഓർമ്മശക്തിയും എല്ലാം എപ്പോഴും നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ സെറിബ്രം എന്ന് പറഞ്ഞ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. സെന്റർ ഓഫ് തോട്ട്, നമ്മുടെ ചിന്തകളുടെ, ഇമാജിനേഷന്റെ, അതുപോലെ ഇന്റലിജൻസിന്റെ, മെമ്മറിയുടെ എല്ലാം സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ തന്നെ ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള സെറിബ്രമാണ്. ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് ഫീലിംഗ് സെൻസസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് ഡിസിഷൻ ടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് അതിൻ്റെ ഒരു മേജർ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ്. സെറിബ്രം ഇസ് എ സെന്റർ ഓഫ് ഫീലിംഗ് സെൻസസ്. സെൻസസിന്റെ എല്ലാ ഫീലിംഗ്സും നമുക്ക് ഉണ്ടാവുന്നത് സെറിബ്രം നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ, സെറിബ്രത്തിന്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ കാല് അനക്കുന്നത്, കൈ എഴുതുന്നത്, അല്ലെങ്കിൽ നടക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള വോളണ്ടറി മൂവ്മെന്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇത് തോട്ടിന്റെയും ഇമാജിനേഷന്റെയും ഇന്റലിജൻസിന്റെയും മെമ്മറിയുടെയും ഒക്കെ സെന്റർ പോയിന്റ് ആണ്. അതുപോലെ തന്നെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ഫീലിംഗ് സെൻസസ് ഫീൽ ചെയ്യുന്നതിന്റെ ഏറ്റവും സെന്റർ എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും സെറിബ്രമാണ്. അടുത്ത ബ്രെയിനിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലത്തിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം ആണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഫീച്ചർ സെറിബെല്ലത്തിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഫ്ലാപ്പ് ആയിട്ടാണ് സെറിബെല്ലം ഇരിക്കുന്നത്. സോ സെറിബെല്ലത്തിന്റെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സീൻ ആസ് ടു ഫ്ലാപ്സ്. അപ്പോൾ ഫീച്ചേഴ്സ് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ്, അതുപോലെ അത് കാണാൻ എങ്ങനെയാണ്? രണ്ട് ഫ്ലാപ്പ് പോലെയാണ് ഇരിക്കുന്നത്, സീൻ ആസ് ടു ഫ്ലാപ്സ്. ഇനി സെറിബെല്ലത്തിന്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസ്കുലർ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ആടിയില്ലാതെയോ ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്നത്, ഇരിക്കാൻ പറ്റുന്നത് എല്ലാം എന്തുകൊണ്ടാണ്? ഈ ഒരു സെറിബെല്ലത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഒരു ഇക്വിലിബ്രിയം, ശരീരത്തിന്റെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെറിബെല്ലമാണ്. ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്ന കേസസ് ആണ്. ഇപ്പം സെറിബെല്ലത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നത്, നമുക്ക് ബാലൻസ് കിട്ടാതെ ബാലൻസ് തെറ്റി പോകുന്നതും ഒക്കെ ഈ ഒരു സെറിബെല്ലത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴാണ്. സോ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സെറിബെല്ലമാണ്. അടുത്ത ബ്രെയിനിന്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്.
മെഡുല്ല ഒബ്ലാങ്കേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫീച്ചർ, ഇറ്റ്സ് എ റോഡ് ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പ് പോലെയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഇരിക്കുന്നത്. അതുപോലെ ടോട്ടൽ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ലോവർ പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, മെഡുല്ല ഒബ്ലാങ്കേറ്റ കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി ഫീച്ചറായിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റോഡ് ഷേപ്ഡ് ആൻഡ് അതിൻ്റെ പൊസിഷൻ പറയുക ഇറ്റ് ഇസ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ. മെഡുല്ല ഒബ്ലാങ്കേറ്റ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹപ്രകാരം അല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പോലെയുള്ള ആക്ഷൻസിനാണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ ഇത്രയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് മരണകാരണമാകുന്നു എന്ന് പറയുന്നത്. സോ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ ഇറ്റ് കൺട്രോൾസ് ദി ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പോലെയുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ. അടുത്ത ബ്രെയിനിൻ്റെ ഇന്നർ പാർട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്നർ പാർട്സ് രണ്ടെണ്ണമാണ്, തലാമസും ഹൈപ്പോതലാമസും. തലാമസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓഫ് സെറിബ്രം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ സെറിബ്രം എന്ന് പറയുന്നത് ഈ തലാമസിന്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തലാമസിനെ സെറിബ്രത്തിന്റെ സീറ്റ് അല്ലെ സീറ്റ് ഓഫ് സെറിബ്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് തലാമസിന്റെ ഫീച്ചറായിട്ട് പറയുന്നത്. ഇനി തലാമസിന്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്ക് വരുന്ന ഇമ്പൾസുകളുടെയും അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്ന് തിരിച്ച് വേരിയസ് പാർട്സിലേക്ക് പോകുന്ന ഇമ്പൾസുകളുടെയും അങ്ങോട്ട് പോകുന്നതും അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതുമായിട്ടുള്ള ഇമ്പൾസസിൻ്റെ ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടാണ് നമ്മൾ തലാമസിനെ പറയുന്നത്. കാരണം ഇവിടെ വെച്ചിട്ടാണ് ഇമ്പൾസസ് അനലൈസ് ചെയ്യുന്നത്. സെറിബ്രത്തിലേക്ക് വിടണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമ്പൾസിന്റെ അനാലിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, തലാമസിൽ വെച്ചിട്ടാണ്. സെറിബ്രത്തിലേക്ക് പോകുന്ന ഇമ്പൾസുകളുടെയും സെറിബ്രത്തിൽ നിന്ന് വരുന്ന ഇമ്പൾസുകളുടെയും റിലേ സ്റ്റേഷനാണ് തലാമസ്. ഒരു സ്റ്റേഷനിൽ നിർത്തിയിടുന്ന പോലെ ഇമ്പൾസ് എവിടെ വരുവാകും, തലാമസിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സെറിബ്രത്തിലേക്ക് പോകത്തുള്ളൂ. അവിടെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം. അപ്പോൾ അനാലിസിസ്, ഇമ്പൾസിന്റെ അനാലിസിസ് മാറുന്ന ഫംഗ്ഷനാണ് തലാമസിന്റെ ഫംഗ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഒരു ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ ഫീച്ചർ എടുക്കുകയാണെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സീൻ ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണുന്നത്. ഹൈപ്പോതലാമസിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് it plays a major role in the maintenance of homeostasis. ഹോമിയോസ്റ്റാസിസ് മെയിൻ്റനൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായിട്ടുള്ള ബ്രെയിനിനെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. സോ ആദ്യമായിട്ട് അതിനൊരു ഏറ്റവും ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് സ്കള്ളിനകത്താണ്, തലയൂട്ടിക്കകത്താണ് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹാർഡ് സ്കള്ളുണ്ട്. അതുപോലെ അതിന് ചുറ്റുമായിട്ട് ഒരു 3 ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. 3 ലെയേർഡ് മെംബ്രെയിൻ. ആ 3 ലെയേർഡ് മെംബ്രെയിന് മെനിഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ആ 3 ലെയേർഡ് മെംബ്രെയിനെ മെനിഞ്ചസ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ബ്രെയിനിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മെനിഞ്ചസിനകത്താണ് ഈ ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതും ബ്രെയിനിന്റെ പ്രൊട്ടക്ഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രൊട്ടക്ഷൻ മാത്രമല്ല ചെയ്യുന്നത്, വേറെ കുറച്ച് ഫങ്ഷൻസും കൂടിയുണ്ട്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും ഓക്സിജനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രെയിനാണ്. അതുപോലെ തന്നെ ഇറ്റ് റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ബ്രെയിൻ. ബ്രെയിനിനകത്തുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൊട്ടക്ഷൻ. അതെ, ബ്രെയിനിനെ എക്സ്റ്റേണൽ ഇഞ്ചറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു റോളും ആരും വഹിക്കുന്നുണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സോ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ, റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ബ്രെയിൻ ആൻഡ് പ്രൊട്ടക്ട്സ് ബ്രെയിൻ ഫ്രം ഇഞ്ചറീസ്. ഇനി അടുത്ത ബ്രെയിനെ പോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഓർഗനാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്.
സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സ്പൈനൽ കോഡ് പോകുന്നത്. ഇൻവോളണ്ടറി റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡും എത്രത്തോളം ബ്രെയിൻ ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് സ്പൈനൽ കോഡും. സ്പൈനൽ കോഡിന് വളരെ വലിയൊരു പങ്കുണ്ട് ഡിസിഷൻ മേക്കിംഗ്, അതായത് റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നത് സ്പൈനൽ കോഡാണ്. ആ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മുടെ നട്ടെല്ലിനകത്തായിട്ടാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്. അതായത് വെർട്ടിബ്രൽ കോളത്തിനകത്താണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ആ ബ്രെയിനെ പോലെ തന്നെ ഒരു 3 ലെയർഡ് മെംബ്രെയിൻ ആയിട്ടുള്ള മെനിഞ്ചസ് എവിടെയും ഉണ്ട്, സ്പൈനൽ കോഡിലുണ്ട്. അതേപോലെ തന്നെ ബ്രെയിനിലുള്ള പോലെ തന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും നമുക്ക് സ്പൈനൽ കോഡിനകത്ത് കാണാൻ കഴിയും. സ്പൈനൽ കോഡിലെ സെൻട്രൽ കനാലിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടിരിക്കുന്നത്. ഈ ബ്രെയിനിൽ ഉള്ള അതേ ഫങ്ഷൻസ് തന്നെ നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയും കാണാൻ പറ്റും, സ്പൈനൽ കോഡിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോർഷനുമായിട്ടുള്ള ന്യൂറൽ ഡിസോർഡേഴ്സ് ആണ് നോക്കുന്നത്. ന്യൂറൽ ഡിസോർഡേഴ്സ് 3 ന്യൂറൽ ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ തന്നെ എപ്പിലെപ്സി. അൾഷിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡിസോർഡർ ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡീജനറേഷൻ ഓഫ് ന്യൂറോൺസ്. ബ്രെയിനകത്തുള്ള ന്യൂറോൺസിന്റെ കണ്ടിന്യൂസ് ഡീജനറേഷൻ മൂലമാണ് അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ചില ഇൻസോലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ അക്യുമുലേഷൻ വഴിയും അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകാറുണ്ട്. ഈ അൾഷിമേഴ്സ് ഡിസീസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസീസ് അല്ലെങ്കിൽ സിംറ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലോസ് ഓഫ് മെമ്മറിയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി എല്ലാം തന്നെ മറന്നു പോകുന്നുള്ളതാണ്. ഡെയിലി റൂട്ടീൻ ആയിക്കോട്ടെ, ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിസോർഡർ ആയിട്ടുള്ള പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് ഇത് ഒരു പെർട്ടിക്കുലർ ന്യൂറോ ട്രാൻസ്മിറ്റർ, നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഗാംഗ്ലിയയുടെ ഡീജനറേഷൻ വഴിയും പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആവുകയും ചലിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. ഫ്ലോ ഓഫ് സലൈവ, വായിൽ നിന്നും നീരിങ്ങനെ ഇറങ്ങിക്കൊണ്ട് വെളിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ഏതിൻ്റെ സിംറ്റംസ് ആണ്? പാർക്കിൻസൺ ഡിസീസിൻ്റെ സിംറ്റംസ് ആണ്. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ട്രെമർ ഇൻ മസിൽസ് ആൻഡ് ഫ്ലോ ഓഫ് സലൈവ ഫ്രം ദ മൗത്ത്. അടുത്ത മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഡിസോർഡർ എന്ന് പറയുന്നത് എപ്പിലെപ്സി ആണ്. എപ്പിലെപ്സി എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രെയിനിലേക്കുള്ള ഇമ്പൾസസിന്റെ ഇറഗുലർ ഡിസ്ചാർജ് വഴിയാണ്. ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ ഇറഗുലർ ഡിസ്ചാർജ് വഴിയാണ് ഈ എപ്പിലെപ്സി ഉണ്ടാകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് ഫിക്സ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള മസ്കുലാർ കോൺട്രാക്ഷൻ കാരണമാണ് ഫിക്സ് ഉണ്ടാകുന്നത്. എപ്പിലെപ്സി ഉള്ള ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുടെ സിംറ്റംസിൽ ഒന്നാണ് ഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് പത ഡിസ്ചാർജ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ക്ലെൻജിങ് ഓഫ് ടീത്ത് അൺകോൺഷ്യസ്നെസ്. ഇങ്ങനെ ഈ ഒരു എപ്പിലെപ്സി രോഗമുള്ള ആൾക്കാർക്ക് അൺകോൺഷ്യസ്നെസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ടീത്ത് ക്ലെൻജിങ്ങും ഒക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കടിച്ചമർത്തി ഇങ്ങനെ ഇരിക്കാറുണ്ട് ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകാറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ന്യൂറൽ ഡിസോർഡേഴ്സ്. അൾഷിമേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ലോസ് ഓഫ് മെമ്മറിയാണ്. അതുപോലെ അവിടെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രെയിനിലെ ന്യൂറോൺസിന്റെ ഡീജനറേഷൻ വഴിയാണ്. ഡോപ്പമൈൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നു, മസിൽസ് ട്രമർ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സലൈവ മൗത്തിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നു. ഇതൊക്കെയാണ്. എപ്പിലെപ്സി നോക്കുകയാണെങ്കിൽ ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ ഇറഗുലർ ആയിട്ടുള്ള ഡിസ്ചാർജ് വഴിയാണ് എപ്പിലെപ്സി ഉണ്ടാകുന്നത്. ഫിക്സ്, അതുപോലെ ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത് ഒക്കെ എപ്പിലെപ്സിയുടെ സിംറ്റംസ് ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.